നേതാവ് അവരുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ട്. അല്ല, അതാരെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. അല്ല, നമ്മുടെ ഒരു സ്ട്രാറ്റജിയെക്കുറിച്ച്, ഈ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ സംവിധാനത്തെക്കുറിച്ച് പറയാനും അതുമായി നമ്മൾ ചില ആളുകളെയൊക്കെ ബന്ധപ്പെടുന്നുണ്ട്, അതുമായി സഹകരിച്ചു പോകാൻ. ഈ ഒരു ആംഗിളിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു ചിന്താഗതിയില്ല. മെയിൻ ആയിട്ട് എന്ന് പറയുന്നത് സെക്യുലർ സിസ്റ്റത്തോടൊപ്പം ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിഷയം അതാണ്. അതിലൊപ്പം നിൽക്കാൻ കഴിയുന്നവരെ കൂടെ കൂട്ടുക എന്ന നയം തന്നെയാണ്. ഞാൻ ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഇടതുപക്ഷ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അവരെന്നെ പുറത്താക്കിയെന്ന് പറയുന്നത് എന്തിൻ്റെ പേരിലാണ്? ഞാൻ നടത്തിയ പോരാട്ടം ഇവിടുത്തെ പോലീസ് ക്രിമിനലുകൾക്കും അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും എതിരെയായിരുന്നു ഞാൻ നടത്തിയ നീക്കം. ആ നീക്കം അവസാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നെ തള്ളിപ്പറയുകയും എന്നെ കള്ളനാക്കുകയും ഞാൻ നൽകിയ പരാതികൾ അവജ്ഞയോടുകൂടി തള്ളുന്നു എന്ന് പറയുകയും പൊളിറ്റിക്കൽ സെക്രട്ടറി ഏറ്റവും എന്ത് പ്രവർത്തനം നടത്തുന്നതാണ് ആശ്വി? എന്തൊരു പ്രവർത്തനം പറഞ്ഞില്ല, മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണെന്നും പറഞ്ഞതോട് കൂടിയിട്ട് പിന്നെ എനിക്കതിലൊരു റോളുമില്ല. ഇപ്പോൾ എന്നെ പുറത്താക്കിയെന്ന് പറയുന്നു, പക്ഷേ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് എന്നെ പുറത്താക്കിയതായിട്ടുള്ള ഒരു ഒഫീഷ്യൽ ഇൻറ്റിമേഷനും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ ഈ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന പൊളിറ്റിക്കൽ സപ്പോർട്ട് നൽകുന്ന എല്ലാവരെയും ഈ സോഷ്യൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സഹകരിപ്പിക്കും. ഇപ്പം ഇന്നലെ DGP നടത്തിയ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് ADGP അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യമില്ല. ഞാനതാണ് കഴിഞ്ഞ 10-20 ദിവസമായി ആവർത്തിച്ച് പറയുന്നത്. ഒരു നമ്മൾ ഓണത്തിനൊക്കെ കസാരക്കളിയുണ്ട്. ആ കസാരക്കളിക്ക് വിധേയനാക്കേണ്ട ഒരു വ്യക്തിയല്ല ഈ പറയുന്ന അജിത് കുമാർ. അദ്ദേഹത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് പുറത്താക്കണം, സസ്പെൻഡ് ചെയ്യണം. സസ്പെൻഷന് വിധേയമാക്കിയിട്ട് വേണം അദ്ദേഹത്തിനെ കുറിച്ച് ഇനിയുള്ള ഫർദർ അന്വേഷണം നടത്താൻ. ഈ പറയുന്ന പൂരം കലക്കിയതിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് വീഴ്ച വന്നിട്ടുണ്ട് എന്ന 3 അക്ഷരത്തിൽ അത് അവസാനിക്കേണ്ടതല്ല. എന്തിനാ വീഴ്ച വരുത്തി? അത് പർപ്പസ്ഫുള്ളി ആണ് നമുക്കറിയാം. അന്വേഷണ സംഘം അത് അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊരു ഭാഗം നിൽക്കുകയാണ്. അതിൽ തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം. രണ്ടാമത്തെ ഏറ്റവും പ്രബലമായ തെളിവ് ഞാൻ കൊടുത്തത് ADGP അജിത് കുമാറിൻ്റെ സ്വത്ത് സമ്പാദനയാണ്. അത് ഡോക്യുമെന്റഡ് ആണ്. ആ ഡോക്യുമെന്റ് ആ ടേബിളിൽ കിടക്കെ 35 ലക്ഷത്തിന് വാങ്ങിയ ഒരു ഫ്ലാറ്റ് 10 ദിവസം കൊണ്ട് 65 ലക്ഷത്തിന്, അതും പൂർണ്ണമായും കള്ളപ്പണം. വാങ്ങുന്നത് കള്ളപ്പണം കൊടുത്ത്, വിൽക്കുമ്പോൾ വാങ്ങുന്നതും കള്ളപ്പണം കൊടുത്ത്. അപ്പോൾ 2 കള്ളപ്പണ ഇടപാടുകൾ. ഇങ്ങനെ ഒരു രജിസ്റ്റർ ഓഫീസിൽ എങ്ങനെ ഒരു രജിസ്ട്രേഷൻ നടക്കും? ആ രജിസ്ട്രാളെ ഭയപ്പെടുത്തിയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 100 രൂപ ഒഫീഷ്യലായിട്ട് ആ ട്രാൻസാക്ഷനിലില്ല. ഇതിലപ്പുറമുള്ളൊരു തെളിവിന് എന്താ വേണ്ടത് സസ്പെൻഡ് ചെയ്യാൻ? അപ്പോൾ ഇതെല്ലാം നാടകമാണ്. അപ്പോൾ ആ വിഷയങ്ങൾ മുഴുവൻ കേരളത്തിലെ ജനതയുടെ മുന്നിൽ നിൽക്കുകയാണ്. പിന്നീട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഞാൻ ഒറ്റ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് നിൽക്കുന്നു. ADGP അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ ഞാൻ ഈ ഉന്നയിച്ച കാര്യങ്ങൾ മാത്രം മതി. പക്ഷെ എന്താണ്, ഇപ്പോഴും കെട്ടിപ്പിടിച്ചിരിക്കുകയാണല്ലോ, കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഒരു നിലക്കും കൈവിടില്ല. ആർക്ക് കൊടുക്കുന്ന മെസ്സേജാണിത്? അപ്പം അതാണ് ഈ നെക്സസ്, ഞാൻ ഈ പറയുന്ന നെക്സസ്. പൊളിറ്റിക്കൽ സെക്രട്ടറി, മുഖ്യമന്ത്രി, പൊളിറ്റിക്കൽ സെക്രട്ടറി, ADGP അജിത് കുമാറിൻ്റെ താഴേക്കുള്ള മലപ്പുറം SP മാരായിരുന്ന ശശിധരൻ, ഈ പറയുന്ന സുജിത് ദാസ് തുടങ്ങി ഒട്ടനവധി ആളുകൾ. അന്വേഷണം ഇതുവരെ എവിടെ എത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ കൊടുത്ത മൊഴി മിനിഞ്ഞാന്നാണ് വിജിലൻസ് വരുന്നത്. അപ്പോൾ ഇത്രയും കേരളത്തിലെ പബ്ലിക്കിനെ പച്ചയായി പറ്റിക്കുന്ന, വഞ്ചിക്കുന്ന, വിഡ്ഢികളാക്കുന്ന ഒരു സംവിധാനത്തിലൂടെ ആ റിപ്പോർട്ട് എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 2024 ഏറ്റവും വലിയ തമാശയാണ്.
അതാണ് ആ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. അല്ല, രാഷ്ട്രീയ പാർട്ടിയായി പ്രഖ്യാപിക്കാനുള്ള ടെക്നിക്കലായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അത് നിയമവിദഗ്ധരുമായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു പാർട്ടി അതിൻ്റെ രജിസ്ട്രേഷൻ, അതിൻ്റെ ഫോർമാലിറ്റീസ്, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. കുറേ ടെക്നിക്കൽ റീസൺസ് ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു ഫ്ലോയിൽ നടക്കും. നമ്മളിപ്പോൾ ഞാൻ ഉയർത്തിയ ഈ വിഷയം, നാട് അഭിമുഖീകരിക്കുന്ന ഈ പ്രതിസന്ധികൾ, അതുപോലെ നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒട്ടനവധി വിഷയങ്ങളുണ്ട്. ഈ നെക്സസ്മായി ഒരു കാലത്തും അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോയിട്ടുള്ള ചില വിഷയങ്ങൾ അത് പൊതുസമൂഹത്തിലേക്ക് ഉന്നയിക്കുകയാണ്. അതിൻ്റെ ഒരു വിശദീകരണ കരട് ഇന്നത്തെ യോഗത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പ് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് കിടക്കാം. അത് നിങ്ങൾ തന്നെ മാധ്യമങ്ങളോടും ജനസമൂഹത്തോടും പറയുന്ന എല്ലാവരും പരിശോധിച്ചു. അതുകൊണ്ട് അത് ഗൗരിക്കേണ്ട കാര്യമില്ല. അതിൽ ശശിക്കെതിരായ ആരോപണത്തിന് ഒരു കാര്യവും പരിശോധിക്കേണ്ടതോ പരിഗണിക്കേണ്ടതോ ആയതില്ല എന്നുള്ളതാണ്. അത്ര ലാഘവത്തോടെ തള്ളാവുന്ന ഒരു പരാതിയാണോ അത്? അല്ല, അത് കേരളത്തിലെ എന്താ പറയുക, സഖാക്കൾ പരിശോധിക്കട്ടെ, പൊതുസമൂഹം പരിശോധിക്കട്ടെ. പാർട്ടിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ, ഞാനത് പറഞ്ഞു, പശ്ചിമ ബംഗാളിനേക്കാളും വളരെ മോശമായ അവസ്ഥയിലേക്ക് കെട്ടിവച്ച കാശ് CPM സ്ഥാനാർത്ഥികൾക്ക് കേരളത്തിൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നു. ആ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആ നയത്തിനൊപ്പം പാർട്ടി കൂടി നിൽക്കുന്നത് എന്തിനാണ് എന്ന് കേരളത്തിലെ ജനങ്ങളോട് ഒരു ഘട്ടത്തിൽ പാർട്ടിക്ക് വിശദീകരിക്കേണ്ടി വരും. അത്ര മോശമായ അവസ്ഥയിലാണ്. ഇപ്പം കണ്ണുരുട്ടി ഒരുപാട് ആളുകളെ തടഞ്ഞു നിർത്തുന്നുണ്ട് കേരളത്തിൽ. അവർക്കൊക്കെ ഇതിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാ. പക്ഷെ അവർക്ക് പലർക്കും വരാൻ കഴിയില്ല. അവർക്ക് അവരുടെ റേഷൻ കാർഡ് വെട്ടും വരും. പലരും ഈ പറയുന്ന ലൈഫ് പദ്ധതിയിൽ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്നവരാണ്. ഒരു വീട്ടിലൊരു കക്കൂസെങ്കിലും സർക്കാരിൽ നിന്ന് കിട്ടാതെ അത് പണിയാൻ കഴിയാത്ത സാമ്പത്തിക ശേഷിയില്ലാത്ത പാവപ്പെട്ട മനുഷ്യരാണ്. ഇത്തരത്തിൽ പാവപ്പെട്ട സഖാക്കളെയും പൊതുസമൂഹത്തെയും കണ്ണുരുട്ടി അവരവിടെ നിർത്തുന്നുണ്ട്. പക്ഷേ ഇവർക്കൊക്കെ പ്രതികരിക്കാനുള്ളൊരു ദിവസം വരും. അത് തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഇന്ന് പാർട്ടി ഈ ഒരു കാര്യത്തിൽ ഒരു പുനർവിചിന്തനം നടത്തിയിട്ടില്ലെങ്കിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനമാണ് എന്ന കാര്യത്തിൽ ഒരാൾക്കും തർക്കമുണ്ടാവില്ല. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാർട്ടി സഖാക്കൾ മനസ്സിലാക്കുന്നുണ്ടാവും. ഇന്ന് നിങ്ങൾക്ക് കാണാമല്ലോ ആയിരക്കണക്കിന് സഖാക്കൾ വരുന്നത്. ഇവരെന്താ പറയുന്നത്? അവിടെ വരുന്നവരൊക്കെ വർഗീയവാദികളാണ്. അപ്പം നിലമ്പൂരിൽ വന്ന 10,000-കണക്കിന് ആളുകൾ വർഗീയവാദികളാണ്. ഇന്ന് മഞ്ചേരിയിൽ വരാൻ പോകുന്ന 10,000-കണക്കിന് ആളുകൾ അപ്പം ഏറ്റവും വർഗീയവാദികളാണ്. അതിന് ഉത്തരവും പാർട്ടി പറയേണ്ടി വരും. അങ്ങനെ ഇവരൊക്കെ വർഗീയവാദികളായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവർ വർഗീയവാദികളായി? ഇവരുടെയൊക്കെ മുൻ ചരിത്രം എന്താ പെട്ടെന്ന് ഇങ്ങനെ വർഗീയവാദികളാകാൻ കാരണം? അതിനും ഉത്തരം ഈ പറയുന്ന പാർട്ടി നേതൃത്വവും ഈ പറയുന്ന CM-ഉം പറയേണ്ടി വരും. അതാണ് ആ വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അത് ഇപ്പൊ പറയാനായിട്ടില്ല. ഇന്ന് പരിപാടികൾ കാണാൻ, ഒബ്സർവ് ചെയ്യാൻ ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ഈ മതേതര സ്വഭാവമുള്ള ഉത്തരവാദിത്തപ്പെട്ടവരോടെ ഉണ്ടാവും. സ്റ്റേജിലുണ്ടാവില്ല, അവരോടെ ഉണ്ടാവും. അതാ ജനക്കൂട്ടത്തിൽ കണ്ടെത്താൻ നിങ്ങളുടെ കഴിവാണ്. അപ്പൊ അത് നിങ്ങളുടെ കഴിവാ. ആ ജനക്കൂട്ടത്തിൽ എവിടെയെങ്കിലും ഇവരൊക്കെ ഉണ്ടാവും. ഇവര് ഈ കാര്യം പരിശോധിക്കാൻ വരുന്നവരാണ്. അതിൽ അവർ മാത്രമല്ല, വേറെ പലരും ഉണ്ട്. അത് നിങ്ങൾ ഇഷ്ടംപോലെ ആളുകൾ ഇന്നുണ്ടാവുമല്ലോ.